ലൈവ് പറഞ്ഞ മുഴുവൻ ഇവൾ ഞങ്ങളെ ദ്രോഹിക്കുന്നില്ല, ഞങ്ങളെ ദ്രോഹിക്കുന്ന പറഞ്ഞ്. ഞങ്ങൾക്ക് ഒരിടത്ത് താമസിക്കാൻ പറ്റത്തില്ല. ഒരിടത്ത് ഞങ്ങൾ താമസിക്കാം, അവിടെ എല്ലാം വന്ന് ഈ പെണ്ണുമ്പോൾ പ്രശ്നം ഉണ്ടാക്കി. ഇവരുടെ പ്രശ്നം എന്താ? ജിനു ആണ് ഇവരുടെ പ്രശ്നം. ജിനു ഒരിക്കലും ഇവരോട് വന്ന് ജീവിക്കത്തില്ല. ഈ കഴിഞ്ഞിടയ്ക്ക് ഞങ്ങളൊരു വീഡിയോ ഇട്ടല്ലോ, അത് അവളാണ് തീരുമാനിക്കുന്നത്. ഇനി പറയും, ഇനി ജിനുവാ പറയുന്നത് ചൂടുവെള്ളത്തിൽ വീണ പൂച്ച വീണ്ടും പച്ചവെള്ളം കണ്ടാലും കിടന്ന് അറയ്ക്കുമെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു കുഞ്ഞെ, ഞാൻ അതുപോലെ അനുഭവിച്ച വ്യക്തിയാണ്. ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടു നിൽക്കുന്നത് എനിക്കും മാത്രമേ അറിയുള്ളൂ. ഇനി ഞാൻ ആ പീഠത്തിനകത്ത് ഒന്ന് കയറാനോ ഇല്ല. ഇവർക്ക് നാണമില്ലേ? പ്രശാന്തിനോട് പോയി പ്രഗ്നന്റുമായി കോട്ടയം മെഡിക്കൽ കോളേജ് ഒരാഴ്ച കിടന്നു, അതും കൂടെ പറഞ്ഞു. പിന്നെ നീ എന്തോ വിത്തുകാളയാണ് അവർക്ക് കൊണ്ട് പിന്നെ ഇവർക്ക് വേണ്ടത് പൈസയാ. ഈ പൈസ കൊടുക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറ. അതിനാണ് കോടതി കേസ് കിടക്കുന്നത്. ആ കേസ് കഴിയാൻ നേരത്ത് ഇവർക്ക് കൊടുക്കാനുള്ള പൈസ എത്രയാണോ ആ പൈസ ജിനു കൊടുത്തിരിക്കും. അത് 100% ഉറപ്പ്. അത് പിന്നെയും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഇവര് എൻ്റെ പുറകെ കിടന്നത് ബഹളമുണ്ട്. ഇവരുടെ ഉദ്ദേശം ഇത്ര മാത്രമേ ഉള്ളൂ. ഭയങ്കര സ്നേഹമാണല്ലേ പറയുന്നത്. അപ്പൊ ഈ സ്നേഹിച്ച ആൾക്ക് ഇത്ര മാത്രമേ ഉള്ളൂ. ജിനു ഒരിക്കലും ഉയരരുത്, അവൻ നശിച്ച് നാറാണക്കല്ല് പിടിക്കണം. ഇതല്ലാതെ അവരുടെ മനസ്സിൽ വേറൊന്നുമില്ല. ഇതാണ് അവരുദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അവരിങ്ങനെ പണ്ട് നമ്മളൊരു കോമഡി പറഞ്ഞ പോലെ വീട്ടിൽ കിടക്കുന്ന തത്ത കൂട്ടി കിടന്ന് തെറി പറയുന്നെന്നും പറഞ്ഞുകൊണ്ട് അതിനെ തുറന്നു വിട്ടു. അതിപ്പോ തലയ്ക്ക് ചുറ്റും കിടന്ന് തെറി പറയുക എന്ന് പറഞ്ഞ അവസ്ഥയാണ് എൻ്റെ അവസ്ഥ. അതെ, ഈ പറഞ്ഞ മുന്താസ് എന്ന് പറഞ്ഞ ചേച്ചി ഇപ്പോൾ പോലും ഷെബീന ചേച്ചിയുടെ തെറ്റിദ്ധാരണ മുന്താസോട് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നു. ഇപ്പൊ പോലും ഞാൻ പറഞ്ഞു, മുന്താസ് എന്ന ആളോട് ഞാൻ പറഞ്ഞു, ഞങ്ങൾ എന്തെങ്കിലും നിങ്ങളെ പറ്റി, നിങ്ങളോടോ ഷെഫീനെ പറ്റിയോ ഷെഫീന ചേച്ചിയെ പറ്റി എന്തെങ്കിലും ഞാനോ ചേട്ടായോ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഞങ്ങളുടെ അവസ്ഥയാണ് നിങ്ങൾ മനസ്സിലാക്കുക. ഈ പറഞ്ഞ ഇതിൽ കൂടി ഞങ്ങൾ തെളിവില്ല. ഉറവയ്ക്കൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പോയി തിരക്കാം, അല്ലെങ്കിൽ ഉറവയ്ക്കലുള്ള വാർഡ് മെമ്പറിന്റെ നമ്പർ ഉൾപ്പെടെ ഞങ്ങൾ പോസ്റ്റ് ചെയ്യാം. ഇതൊരു നടന്ന സംഭവം. ഈ സ്ത്രീ കല്യാണം കഴിച്ച് പോയതും പാപ്പച്ചി എന്ന് പറഞ്ഞ കെട്ടിയ താലി എന്നും പറഞ്ഞ് ഈ പെണ്ണുമ്പിള്ള ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് ഉൾപ്പെടെ നമ്മുടെ സ്ക്രീൻഷോട്ട് ഉണ്ട്, അല്ലേ ചേട്ടാ? തീർച്ചയായിട്ടും ഞാനത് അതും ഇടും. ഞാൻ പറഞ്ഞല്ലോ, ഈ ജിനൂബ് എന്ന് പറയുന്ന അവളെ എനിക്ക് അറിയത്തുപോലുമില്ല. ഞാൻ ആ ഫോട്ടോ ഞാൻ ആ ഫോട്ടോ ഇടാം. ഇനി ഞാൻ പറയുന്ന അവരുടെ ഒന്ന് വോയിസ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ പുള്ളിക്കാരിയുടെ ഒന്നും അവരുടെ പേര് ഞാൻ പറയുന്നില്ല കേട്ടോ. ആ പുള്ളിക്കാരിയുടെ ഒന്ന് വോയിസ് സത്യം പറഞ്ഞാൽ ഇടാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഒരു പക്ഷേങ്കിൽ അവരൊന്ന് സന്തോഷമായിട്ടായിരിക്കും ജീവിക്കുന്നത്. ഈ വോയിസ് കേട്ട് കഴിയാൻ നേരത്ത് അവരുടെ കുടുംബജീവിതത്തിലും കൂടെ നമ്മൾ ഒരിക്കലും ഒരു കടുപാരി ഇടരുത്. അതെ, ഈ പറഞ്ഞ ദീപോസ് എന്ന് പറഞ്ഞ ചേച്ചി പോലും ചേച്ചി പോലും ഇവരെ സപ്പോർട്ട് ചെയ്യാൻ മാറി. എന്താ അറിയാമോ? അവർക്ക് മനസ്സിലായി ഈ പറഞ്ഞ ഇവർ കല്യാണം കഴിച്ചതാണെന്നും ക്യാഷിന് വേണ്ടിയാണ് ഞങ്ങളുടെ പുറകെ വരുന്നതെന്നും ഇവർക്ക് മനസ്സിലാണ്ട് എല്ലാവരും മാറിയത്. ഈ പറഞ്ഞ മുന്താസിന് പോലും ഞങ്ങൾ പറഞ്ഞപ്പോൾ മുന്താസിന് അതിശയമായിരുന്നു. ആണോ വീണ, അങ്ങനായിരുന്നു സംഭവം എന്ന്. ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞു, ആ സ്ത്രീ പക്ക ഫ്രോഡ് സ്ത്രീ. അവർ പൈസയ്ക്ക് വേണ്ടി എന്ത് ചെയ്യും? ഇപ്പൊ സുനിതയെ പോലും അവർ ചതച്ചുകൊണ്ടിരിക്കുക. സുനിത പറഞ്ഞാൽ മേഡം പോലും അറിഞ്ഞു കാണത്തില്ല ഇവർ ഞങ്ങളുടെ പുറകെ നടക്കുന്നു, ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയെന്നും അവർ പോലും അറിഞ്ഞു കാണത്തില്ല. പക്ഷെ അവരിവിടെ വന്നതിന്റെ CCTV ബ്ലാക്ക് കളർ ചുരിദാറിട്ട് വന്ന് അത്രയ്ക്ക് എന്നെ എൻ്റെ കുഞ്ഞിനെ ചേട്ടാനെ കുറിച്ച് അത്രയ്ക്ക് പരസ്യമായിട്ട് നാണക്കെടുത്ത് ആൾക്കാർ ഫുള്ള് കൂടിയെന്നേ. ഫുള്ള് കൂടി. ഞങ്ങൾ ഇനി എവിടെ പോകും? നിങ്ങളൊന്ന് ആലോചിച്ച്, മാസം ഇത്രയ്ക്ക് വരുമാനമുള്ളൂ. ഞങ്ങൾ എവിടെ പോയി താമസിക്കും? ഇത്ര രൂപ ഞങ്ങൾക്ക് ഈ പറഞ്ഞ സുനിതയുടെ കൂട്ടുള്ള ആൾക്കാരൊന്നും ഞങ്ങൾക്ക് വാടക കൊടുക്കാനില്ല. ഞാൻ എൻ്റെ 1.5 വയസ്സുള്ള, എന്നിട്ട് എൻ്റെ അതെല്ലാം പോട്ടെ സഹായിക്കുക. ഈ 1.5 വയസ്സുള്ള മോളെ പറ്റി പറഞ്ഞ് നിങ്ങളൊന്ന് കേൾക്കുക. അതിന്റെ സെക്ഷൽ പാർട്സിനെ പറ്റി പറഞ്ഞ് പോവാം സെക്ഷൽ പാർട്സിനെ പറ്റി വരെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് ഈ ബോധമുള്ള ആൾക്കാരൊന്നും ഇല്ലെന്നായിരുന്നു. എപ്പോഴും 2 പിള്ളേരെ ഇട്ടിട്ട് പോയി. അതെ, എൻ്റെ 2 പിള്ളേരെ ഇട്ടിട്ട് ഞാൻ ജിനുവിനോട് വന്നു. അതിന് ആർക്കാ ഇത്ര കുഴപ്പം? എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ വീട്ടുകാരും ഹാപ്പിയാണ്. എൻ്റെ ജീവിതം നശിപ്പിച്ച് ഇത്രയും പ്രശ്നം ഉണ്ടാക്കി അവള് പതിവറയാണ്. പിന്നെ നിങ്ങൾ പറയരുതേ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തിരിച്ചു വരണമെന്ന് ഞാൻ വീണ്ടും പറയുന്നത്. അതുപോലെ ഇതിപ്പോ എല്ലാം തിരിഞ്ഞു വന്നില്ലേ? എല്ലാം പറഞ്ഞില്ലേ? എന്താ ചേച്ചി പറയാൻ സങ്കടമല്ല ചേച്ചി, ടെൻഷനല്ല. ജിനൂസിന്റെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും അറിയാം തനുജ എന്താണെന്ന്. എല്ലാ വോയിസും ഉണ്ട് എൻ്റെ കയ്യിൽ. മുന്താസ കേട്ടോ, മുന്താസേ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇപ്പോഴാണ് ഇവരോട് ഞാൻ ഈ പുള്ളിക്കാരോട് ഞാൻ വർത്താനം പോലും പറഞ്ഞിട്ടില്ല. കാരണം അതുകൊണ്ടല്ല, ഞാനിതുവരെ സംസാരിച്ചിട്ട് പോലും ശരിയല്ലേ, ഞാൻ അവരോട് അങ്ങനെ സംസാരിച്ചിട്ട് പോലുമില്ല. കണ്ടോ, ഏറ്റവും കൂടുതൽ അനുഭവം ഉണ്ടായ ഒരു വ്യക്തിയാണ് ഈ മുന്താസ് എന്ന് പറയുന്ന പുള്ളിക്കാരി. അവർ വരെ ലൈവിലിരുന്ന് പറഞ്ഞിട്ടും നിങ്ങളെപ്പോലുള്ളവർക്കൊന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ അത് ഭയങ്കര സംഭവം തന്നെയാണ് കേട്ടോ. ഭയങ്കരം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ടുള്ള കാര്യം. നമ്മളെ അതുപോലെ ഇവർ ദ്രോഹിക്കുന്നത്. ഞാൻ ഒരു കാര്യത്തിലും അവരെ ദ്രോഹിക്കാനും അവരുടെ വല്ലവരും എന്നെക്കൂടെ എന്നോട് ചോദിച്ചാൽ പോലും ഞാൻ അവരോടൊന്നും ഇവരുടെ കാര്യങ്ങൾ സംസാരിക്കാറ് പോലുമില്ല. അതൊന്നും ഞാൻ സംസാരിക്കാറേ ഇല്ല. എന്നിട്ട് അവരെന്തിനാ എന്നെ ഈ ദ്രോഹിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. സംഭവം അവർക്ക് ഇത്രേ ഉള്ളൂ, ഞാൻ ഒരിക്കലും വലിയ നിലയിലേക്ക് പോകരുത്, ഞാൻ ഉയരരുത്, ഞാൻ നശിച്ച് നാറാണക്കല്ല് പിടിച്ച് നശിച്ചു പോകണം, ആത്മഹത്യ ചെയ്യണം. ഇതാണ് അവരുടെ ഉദ്ദേശം. ഇത് വേണ്ടിയിട്ട് തന്നെയാണ് അവർ
എന്തായാലും ഞാൻ പറഞ്ഞില്ലേ, കാലം തെളിയിക്കും. എനിക്കത് 100% ഉറപ്പാണ്.